എക്സ് ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് വെസൽ ഫിൽറ്ററിൻ്റെ കണക്ഷനുകളും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അത് ബാക്ക് വാഷ് ചെയ്യുന്നത് എന്നുമാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ വരുന്ന ഒരു പൈപ്പാണ് ഇൻലെറ്റ് അഥവാ വെസൽ ഫിൽറ്ററിലേക്ക് വെള്ളം നമ്മൾ നൽകുന്ന പൈപ്പാണിത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് വശത്തായി അതിനോട് ചേർന്ന് തന്നെ ഒരു പൈപ്പ് നിങ്ങൾക്ക് അടിയിലോട്ട് പോകുന്നതായി കാണാം. ഈ പൈപ്പാണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ മാലിന്യമായ വെള്ളം കളയാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പൈപ്പാണ്, അതായത് വെസൽ ഫിൽറ്ററിൽ നിന്നും നമ്മളുടെ വീട്ടിലെ ലൈനുകളിലേക്ക് വരുന്ന ഒരു പൈപ്പാണിത്, അതായത് സപ്ലൈ ലൈൻ. സപ്ലൈ ലൈനോട് കൂടി മുകളിലേക്കൊരു കണക്ഷൻ പോകുന്നതായി നിങ്ങൾക്ക് കാണാം. ഇത് ടാങ്കിൽ നിന്നും വരുന്ന ഒരു ലൈനാണിത്, ബൈപ്പാസ് ലൈൻ എന്ന് പറയും. ഫിൽറ്ററുകൾക്കോ എന്തെങ്കിലും കേട് തകരാറ് പറ്റുകയോ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യുകയോ എന്ന് വേണ്ടി വന്നാൽ വാട്ടർ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യമാണിത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫിൽറ്ററിലേക്കുള്ള ഇൻലെറ്റ് പൈപ്പ് കൊടുത്തിരിക്കുന്നതിനോട് ചേർന്നുകൊണ്ട് അടിയിലേക്ക് ഒരു പൈപ്പ് നിങ്ങൾക്ക് ഇറങ്ങി പോകുന്നതായി കാണാം വീഡിയോയിൽ. ഇത് മോട്ടറിൽ നിന്നും വരുന്ന ഡയറക്റ്റ് വരുന്ന കണക്ഷനിൽ നിന്നുമാണ് ഈ ലൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനിൽ നിന്നാണ് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലേക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ടാങ്കിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്ന വഴിയിലാണ് നമ്മൾ ഫിൽറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഫിൽറ്ററിലേക്ക് വരുന്നുള്ള ഈ ഇൻലെറ്റ് പൈപ്പ്, അതായത് ടാങ്കിൽ നിന്ന് വരുന്ന ഈ ലൈന് വാൽവ് ക്ലോസ് ചെയ്തുകൊണ്ട് അടിയിൽ കാണുന്ന മോട്ടറിൽ നിന്ന് വരുന്ന ഈ ലൈനിൻ്റെ വാൽവ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ മോട്ടർ അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് വാട്ടർ വന്ന് ഫിൽറ്ററിലേക്ക് കയറി ഫിൽറ്ററിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടുമാണ് ടാങ്കിലേക്ക് എത്തുന്നത്. പക്ഷേ മറ്റൊരു രീതി, അതായത് നമ്മൾ മുമ്പേ ചെയ്ത രീതിയിൽ ടാങ്കിലേക്ക് എത്തിയതിന് ശേഷം ടാങ്കിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്താണ് അത് ഫിൽറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ സപ്ലൈ ലൈനുകളിലേക്ക് വെള്ളം എത്തുന്നത്. നിങ്ങൾക്ക് കാണാം, മോട്ടറിൽ നിന്നും വരുന്ന ഡയറക്റ്റ് ലൈനിൽ നിന്നുമാണ് ഒരു വാൽവ് വെച്ചുകൊണ്ട് ഒരു കണക്ഷൻ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റോട്ട് കൊടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ വാൽവ് ക്ലോസ് ചെയ്തുകൊണ്ട് മോട്ടർ ഓൺ ആക്കുകയാണെങ്കിൽ മോട്ടറിൽ നിന്ന് വരുന്ന വാട്ടർ ഡയറക്റ്റ് ഈ വാൽവിൻ്റെ അടിയിലെ പൈപ്പിലെ ലൈനിലൂടെ, അതായത് മോട്ടറിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ലൈൻ നേരെ അത് ടാങ്കിലോട്ട് പോകുന്നതായി നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ടാങ്കിൽ നിന്നും ഇറങ്ങി വരുന്ന ഏകദേശം 50 mm പൈപ്പിൽ നിന്നുമാണ് അവിടെ ഒരു വാൽവ് വെച്ചുകൊണ്ട്, മുമ്പിൽ വാൽവ് വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിൽ നിന്നുമാണ് നമ്മൾ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലോട്ട് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ടാങ്കിൽ നിന്നും ഇറങ്ങി വരുന്ന ഈ 50 mm പൈപ്പിൽ നിന്നുമാണ് നമ്മൾ ഫിൽറ്ററിൻ്റെ മെയിൻ കണക്ഷൻ എടുത്ത് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലോട്ട് വാട്ടർ സപ്ലൈ നമ്മൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഫിൽറ്റർ എടുക്കുന്ന മോഡ് ഫിൽറ്റർ മോഡാണ്. അതായത് ഇൻലെറ്റിൽ കൂടി വരുന്ന വാട്ടർ ഫിൽറ്റർ കഴിഞ്ഞ് അത് ഔട്ട്, നിങ്ങൾ കാണുന്ന ഈ പൈപ്പിലൂടെ ഔട്ട് വന്ന്, അതായത് സപ്ലൈ ലൈനിലേക്കാണ് വെള്ളം ഔട്ട് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായി കിടക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഫിൽറ്റർ
ബാക്ക് വാഷ് ചെയ്യുന്നത് എന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനാദ്യമായി നമ്മൾ കാണുന്ന ഇൻലെറ്റിലേക്ക് വാട്ടർ സപ്ലൈ നൽകിയിരിക്കുന്ന അവിടെയുള്ള വാൽവ് ആദ്യമായി ക്ലോസ് ചെയ്യുക. അതായത് ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ സപ്ലൈ വരാൻ പാടുള്ളതല്ല ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത്, ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഫിൽറ്ററിൽ നിന്നുള്ള ഔട്ടും, അതായത് വീടിൻ്റെ സപ്ലൈ ലൈനിലേക്കുള്ള കണക്ഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഈ 2 വാൽവുകളാണ് നമ്മൾ മറക്കാതെ ക്ലോസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫിൽറ്ററിൻ്റെ ഹാൻഡിൽ പിടിച്ച് പ്രസ് ചെയ്തുകൊണ്ട് അടിയിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് മെല്ലെ മൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അത് ബാക്ക് വാഷ് മോഡിലേക്ക് സെലക്ട് ചെയ്ത് ആ ഗാഡിയിൽ കൊടുന്ന് ഇടേണ്ടതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ബാക്ക് വാഷ് എന്നുള്ള മോഡിലേക്കാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായി ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ ഇൻവെർട്ട് വാൽവ് മാത്രം മെല്ലെ പതിയെ തിരിക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതായത് ബാക്ക് വാഷിൻ്റെ ഔട്ട് പൈപ്പിൽ നിന്നും മലിനമായ ജലം, അതായത് ചെളിയോട് അടങ്ങിയ ജലം നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. അത് പതിയെ ആ വെള്ളം ക്ലിയർ ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഈ വാൽവ് നേരെ ടേൺ ചെയ്യാൻ പാടുന്നതല്ല. ആദ്യം ചെയ്യേണ്ടത് ഇൻലെറ്റ് വാട്ടർ ബ്ലോക്ക് ചെയ്യണം. അതായത് ഫിൽറ്ററിലോട്ട് വരുന്ന വാട്ടർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇനി വേണം നമ്മൾ ഈ ഹാൻഡിൽ പിടിച്ച് അത് റിൻസ് എന്ന സെലക്ഷനിൽ കൊണ്ടിടേണ്ടതാണ്, റിൻസ്. അതിനുശേഷം നമ്മൾ ഇൻവെർട്ട് വാൽവ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഫിൽറ്ററിലേക്ക് വീണ്ടും വെള്ളം തുറന്നു വിടുകയാണ്. അപ്പോൾ നമുക്ക് അതായത് ബാക്ക് വാഷിൻ്റെ ഔട്ടർ, അതായത് നമുക്ക് റിൻസ് ചെയ്തുള്ള ഈ വെള്ളം, ശുദ്ധമായ ജലം വീഴുന്നതായി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വീഴുന്ന ഈ വെള്ളത്തിൽ അധികം മാലിന്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മളത് റിൻസ് മോഡിലിട്ടുകൊണ്ട് കുറച്ച് ശുദ്ധമായ ജലം ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് അതിലേക്ക് ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. കുറച്ചു നേരം ഈ പ്രോസസ്സിങ് തുടർന്നുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നിങ്ങൾ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യാനും യഥാക്രമം ഓപ്പൺ ചെയ്യാനും മറക്കാൻ പാടുള്ളതല്ല. അതിനുശേഷം വീണ്ടും നമ്മൾ വാൽവ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. നമ്മൾ പതിയെ മുന്നത്തെ പോലെ തന്നെ ഇൻലെറ്റ് വാൽവ് പതിയെ ക്ലോസ് ചെയ്തുകൊണ്ട് വാട്ടർ അതിനുള്ളിലേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഹാൻഡിൽ പിടിച്ചമർത്തിക്കൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ബാക്ക് വാഷ് മോഡിലോട്ട് ഇടുകയാണ്. അതിനുശേഷം ബാക്ക് വാഷ് മോഡിലോട്ട് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് മെല്ലെ പതിയെ തിരിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് വാഷിൻ്റെ ഔട്ടർ പൈപ്പിൽ വീണ്ടും മാലിന്യമായ ജലം പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ പ്രോസസ്സിങ് ഏകദേശം ആ വാട്ടർ തെളിഞ്ഞുകൊണ്ട് ക്ലീൻ ആവുന്നത് വരെ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, വരുന്ന വാട്ടർ തെളിഞ്ഞ് നല്ല ക്ലീൻ വാട്ടറായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അടുത്തതായി കൊണ്ട് നമ്മൾ ഇൻലെറ്റ് ഫിൽറ്ററിലേക്ക് വരുന്ന വാൽവ് ക്ലോസ് ചെയ്തുകൊണ്ട് വാട്ടറിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഫിൽറ്ററിൻ്റെ
നോബ് പതിയെ പ്രസ് ചെയ്തുകൊണ്ട് ടേൺ ചെയ്തുകൊണ്ട് നമ്മൾ ഫിൽറ്റർ എന്ന മോഡിലേക്ക് പഴയ മോഡിലേക്ക് സെലക്ട് ചെയ്ത് ഇടുകയാണ്. അതായത് നമ്മളുടെ ബാക്ക് വാഷ് പ്രോസസ്സിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾക്ക് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ഫിൽറ്ററിലേക്ക് നമ്മൾ വെള്ളം കടത്തി വിടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വെള്ളം നമ്മൾ ഔട്ട്ലെറ്റിൽ കൂടെ ഔട്ട് പൈപ്പിൽ കൂടെ നമ്മളുടെ സപ്ലൈ ലൈൻ വരെ വന്ന് എത്തി നിൽക്കുകയാണ്. ഈ വാൽവ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ സപ്ലൈ ലൈനിലേക്ക് വെള്ളം എത്തുക, അല്ലെങ്കിൽ വെള്ളം സപ്ലൈ ലൈനിലേക്ക് കടന്നു വരുന്നതല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ടെക്നിക്കൽ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.